അപ്പം നമ്മൾ ഓൾറെഡി ഒരു വാട്ടർ പെയിൻറ്റും ബോക്സും ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഇട്ടു. അതിൻ്റെ തിങ്സ് വെച്ചിട്ട് ചെയ്തൊരു ആർട്ട് ബുക്കിനെ കുറിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. നമ്മൾ പാർട്ട് 1 ഇതുവരെയായിരുന്നു ചെയ്തത്. ഇനി നമുക്ക് അടുത്ത പേജിൽ നമ്മൾ കളേഴ്സ് ഒന്നും അല്ല ചെയ്തിട്ടുള്ളത്. കളേഴ്സൊക്കെ നമ്മൾ മാക്സിമം ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കളർഫുൾ പേജാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യം തന്നെ നമ്മൾ പല കളേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ കളർഫുള്ളിന് ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലായിട്ട് നമുക്കൊരു കളർഫുൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പൊതുവെ ലെറ്റർ ഒന്നും കൊടുത്തിട്ടില്ല. ഇതിലാണ് നമ്മൾ ഈ ഒരു ലെറ്റർ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനത്തെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക്, നമ്മൾ പൊതുവെ പാർട്ട് 1 കണ്ട ഐസ്ക്രീം സ്റ്റിക്കിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഐസ്ക്രീം സ്റ്റിക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ അങ്ങനത്തെ പല കളർ ഡോട്ട്സ് വെച്ചിട്ടുണ്ട്. ആ ഡോട്ട്സിൻ്റെ മാച്ചിങ് ആയിട്ട് തന്നെ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്, ലൈൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഒരു ചെമ്പരത്തി പൂ കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മളിവിടെ മറ്റൊരു ഇതേപോലത്തെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് കൊടുത്തു. അതിൽ അതേപോലെ തന്നെ പല കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു ഫ്ലവർ കൊടുത്തു. അതിനൊരു 3D ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഷെയ്ഡും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കളർഫുൾ പേജ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കളേഴ്സും കളർഫുള്ളും ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മളുള്ള ഇങ്ങനത്തെ ഒരു പേജാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ലാൻഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു ഫ്ലവർ നമ്മൾ കൊടുത്തു. അത് നമ്മൾ വെട്ടിയിട്ട് കളറൊക്കെ അടിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മളിതാ വാഷിംഗ് ടേപ്പ് വെച്ചിട്ടൊരു കുഞ്ഞ് വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ വീടിന് നമ്മൾ ജനാലയിൽ ഇങ്ങനെ വരയൊക്കെ സ്കെച്ച് പെൻ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കൈപ്പിടി കൊടുത്തിട്ടുണ്ട്. ഇതറിയാതായിപ്പോയതാണ്. നമ്മൾ വീടിന് നടുവിൽ ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു മരം കൊടുത്തു. ആ മരത്തിൽ നമ്മളിങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ 4 മേഘങ്ങൾ ഇങ്ങനെ കൊടുത്തു. പിന്നെ നമ്മളിത് 3D ആയിട്ട് ഡബിൾ സൈഡ് വെച്ചിട്ട് ഒരു സൂര്യനെയും കൊടുത്തു. അപ്പോൾ ഈ ഒരു പേജ് ഇങ്ങനെയാണുള്ളത്. ഇതൊരു വീടും അതിൻ്റെ പരിസരവും ഒക്കെ പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത പേജിലോട്ട് പോകണമെങ്കിൽ ഇത് പ്രത്യേകിച്ച് തീമൊന്നും ഇല്ലാത്തൊരു പേജാണ് ഗൈസ്. നമ്മളിതിൽ ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ഒരു പേപ്പർ എടുത്തിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പൂക്കളൊക്കെ ഉള്ളൊരു പേപ്പറാണ് ഗൈസ് ഇത്. അതിൻ്റെ പുറത്ത് നമ്മൾ വേറൊരു വൈറ്റ് പേപ്പറിൽ ഹാപ്പി എന്ന് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങനത്തെ 3 കേർവ്ഡ് ലൈൻസ് ഇട്ടിട്ടുണ്ട്. പർപ്പിൾ ഇട്ടിട്ടുണ്ട്, പിങ്ക് ഇട്ടിട്ടുണ്ട്, ബ്ലൂ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ കുത്തുകളും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഇവിടെ കൂടെ ഇങ്ങനെ ആ ഒരു ഈ ഒരു വാഷിംഗ് ടേപ്പ് വെച്ചിട്ട് ബോർഡർ കൊടുത്ത് ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. ഇവിടെയും കേട്ടോ കൊടുത്തത്. നമ്മൾ ഇവിടെയും അതിൻ്റെ പുറത്തൊരു ഗ്ലിറ്റർ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനത്തെ 2 സ്റ്റാർസ് കൊടുത്തു. പിന്നെ ഇതേ സെയിം 3 കളേഴ്സ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ബോർഡേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഇതേപോലെ തന്നെ ഈ ഒരു സെയിം പേപ്പർ എടുത്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഇങ്ങനത്തെ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ കുത്തിട്ടിട്ടുണ്ട് കണ്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഡബിൾ സൈഡ് വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു സ്ക്വയർ. അതിൽ നമ്മൾ ഇങ്ങനെ ഒരു കേർവ്ഡ് ലൈൻസ് ഒക്കെ ഇട്ടിട്ട് ഉള്ളിൽ വണ്ടർഫുൾ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ചുറ്റിലും ഡെക്കറേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മളൊരു ജെ എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ ഇട്ടിട്ടുണ്ട്. അതിൽ ലീഡ് എനിക്കിൻ്റെ കളർ പിങ്ക് ആണ്. അപ്പോൾ നമ്മൾ പിങ്ക് കൂടുതലുള്ളൊരു ലെറ്റർ ആയിട്ട് ജെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ പിങ്ക് ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 പല കളറിലുള്ള ഫ്ലവേഴ്സ് കോർണേഴ്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പേജ് ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്. അതുമല്ലാതെ നമ്മൾ ഇതിന് ചെവി പോലെ ഇങ്ങനത്തെ 2 പർപ്പിൾ ഡോട്ട്സ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് അടുത്ത പേജ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ ചരിച്ച് നോക്കിയാലേ മനസ്സിലാവും. ഇങ്ങനത്തെ ഒരു പേജാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ സൂര്യനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ OMG എന്ന് എഴുതിയിട്ടുണ്ട്, അതായത് ഓ മൈ ഗോഡ് എന്നാണ്. പിന്നെ നമ്മളിവിടെ 3 കാക്കകൾ കൊടുത്തത്. ഈ കാക്ക ഓ കാരണം മാഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ നമ്മളിവിടെ ഒരു ടൈപ്പ് 3 മേഘങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 മരം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇത് നമ്മളിങ്ങനെ വെട്ടി ഒട്ടിച്ചതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഞാൻ ഓൾറെഡി വരുന്നൊരു പടത്തിൽ നിന്ന് നമ്മളിത് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഇവിടെ നമ്മളൊരു ബട്ടർഫ്ലൈനെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായൊരു ബട്ടർഫ്ലൈ ആണ്. പിന്നെ ഇവിടെ നമ്മളൊരു പെൺകുട്ടിയെ വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ടൂലിപ്സ് കൊടുത്തു. അത് ഈ ഒരു പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. ഈ ഒരു ടൂലിപ്പ് അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇതിൽ ഒരു മരം കൊടുത്തിട്ടുണ്ട്.
ഒരു ആൺകുട്ടിയെ കൊടുത്തിട്ടുണ്ട്, ഒരു പമ്പരം കൊടുത്തിട്ടുണ്ട്, വേറൊരു പമ്പരം നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ അടിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ലെറ്റേഴ്സ് ഇങ്ങനെ പറിച്ച് വായിക്കാൻ പറ്റുന്ന പോലെ നമ്മളൊരു ലെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹാവ് എ നൈസ് ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. ബി ഹാപ്പി, ഇവിടെ ബി ഹാപ്പി എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഒരു സാധാരണ ഒരു ഡെക്കറേഷൻ പോലത്തെ പേജാണ്. നമ്മൾ എല്ലാം ഡബിൾ സൈഡ് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പേജ് ഉള്ളത്. ഓക്കെ ഗൈസ്, നമ്മുടെ പാർട്ട് 2-ൽ ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബാക്കി ആക്ടിവിറ്റീസ് നമുക്ക് പാർട്ട് 3-ൽ കാണാം. ടാറ്റാ.